Hi everyone. In this video, we'll be discussing about the preparation of process account with the treatment of abnormal gain. This is our third video, and in our first video, we have discussed about the treatment of normal loss. Second video, we discussed about the treatment of abnormal loss. And now here in the third video, we'll be discussing about the treatment of abnormal gain. So what we are going to discuss here is what is abnormal gain, how you calculate the abnormal gain units, how you find the value of abnormal gain, how you prepare a process account with the treatment of abnormal gain, and how you prepare an abnormal gain account. So these are the things we are going to discuss here. So let's see what is abnormal gain. Abnormal gain, which is also called as abnormal effectiveness, is just the opposite of abnormal loss. നിങ്ങൾ ഇന്നലെ പഠിച്ചതിന്റെ നേരെ വിപരീതമാണ് എന്ത് abnormal gain. Abnormal loss in case when actual output is less than the normal output, appadana abnormal loss undavanu parnu. Abnormal gain nere opposite ennu parnal endha, when actual output is more than the normal output, there arises abnormal gain. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടായാൽ അവിടെ abnormal gain. പ്രതീക്ഷിച്ച അത്രയ്ക്ക് ലോസ് വന്നില്ലെങ്കിൽ there is abnormal gain. അപ്പോൾ അതാണ് abnormal gain ന്റെ ഫോർമുല. Abnormal gain is equal to normal loss minus actual loss. ഇത് abnormal loss ന്റെ കേസിൽ എന്തായിരുന്നു ഫോർമുല? abnormal loss ന്റെ കേസിൽ actual loss minus normal loss ആയിരുന്നു. കാരണം abnormal loss വരുമ്പോൾ actual loss ആണ് കൂടുതൽ നിൽക്കുക. അപ്പോൾ actual loss minus normal loss ആയിരുന്നു abnormal loss ന്റെ ഫോർമുലയിൽ. ഇത് abnormal gain ന്റെ ഫോർമുല വരുമ്പോൾ normal loss ആണ് കൂടുതൽ നിൽക്കുന്നത്. normal loss minus actual loss. normal loss ആണ് കൂടുതൽ. ഇനി abnormal gain ഔട്ട്പുട്ട് സെൻസിൽ പറയുമ്പോൾ actual output minus normal output ആണ്. നമ്മൾ abnormal loss ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കിയപ്പോൾ abnormal gain output സെൻസിലെ ഫോർമുല എന്തായിരുന്നു? normal output minus actual output ആയിരുന്നു. അപ്പോൾ ക്ലിയർ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ മതി ഫോർമുലയിൽ. അതിന് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏതാണോ കൂടുതൽ നിൽക്കുന്നത് അതാണ് നമ്മൾ ആദ്യം എഴുതുക. abnormal gainൽ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ് നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ നിൽക്കുന്നത്. ലോസിന്റെ കേസിൽ നോർമൽ ലോസ് ആണ് ആക്ച്വൽ ലോസിനേക്കാൾ കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫോർമുല ഇങ്ങനെ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് abnormal ലോസിന്റെ ആയാലും abnormal gainന്റെ ആയാലും മീനിങ്ങോ ഡെഫിനിഷനോ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് abnormal gain എന്ന് പറഞ്ഞാൽ? എന്താ ലോസിന്റെ സെൻസിൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് what is a normal loss over actual loss. അല്ലെങ്കിൽ it arises when the actual loss of a process is less than the expected loss. Actual loss is less than the normal loss. അപ്പോഴാണ് എന്തുണ്ടാവുക? abnormal gain ഉണ്ടാവുക. ഔട്ട്പുട്ടിന്റെ സെൻസിൽ പറയുമ്പോൾ ഇറ്റ് ഇസ് എക്സസ് ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഓവർ നോർമൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻ എക്സസ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇസ് കോൾഡ് abnormal gain. ഇനി എപ്പോഴാണ് abnormal gain ഉണ്ടാവാനുള്ള കാരണങ്ങൾ? നമ്മൾ abnormal ലോസിന്റെ കാരണങ്ങൾ പഠിച്ചു. ലോ ക്വാളിറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാൻ ബ്രേക്ക് ഡൗൺ, ഇതൊക്കെ ആയിരുന്നു abnormal ലോസിന്റെ കാരണങ്ങൾ. അങ്ങനെയാണെങ്കിൽ abnormal gainന്റെ കാരണങ്ങൾ നേരെ ഓപ്പോസിറ്റ്, അതായത് superior quality of material, better plan design, efficient labor management, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സ്പീഡിൽ ലെസ് വേസ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വാല്യൂ ഓഫ് abnormal ലോസ് കണ്ട അതുപോലെ തന്നെയാണ് വാല്യൂ ഓഫ് abnormal ഗെയിനും കാണുന്നത്. വാല്യൂ ഓഫ് abnormal സെയിം ഫോർമുല, only differences ഇവിടെ യൂണിറ്റ്സ് ഓഫ് abnormal ലോസ് എന്ന് എഴുതിയോർത്ത് ഇവിടെ എന്തെന്ന് എഴുതുന്നു? യൂണിറ്റ്സ് ഓഫ് abnormal ഗെയിൻ എന്ന് എഴുതുന്നു. ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആ. വാല്യൂ ഓഫ് abnormal ഗെയിൻ ഇസ് ഈക്വൽ ടു പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോസസ് കിട്ടി. അതേ ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് abnormal ഗെയിൻ ചെയ്യുമ്പോൾ you get the value of abnormal gain. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് abnormal പ്രോസസ് അക്കൗണ്ട്, abnormal gain അക്കൗണ്ട് ഒക്കെ ചെയ്യുക എന്ന് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അതിൻ്റെ ഒരു ഫോമാറ്റ് തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിൽ എഴുതി. മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസസ് അതൊക്കെ ഞാനിവിടെ എഴുതി. മെറ്റീരിയൽ മാത്രമേ യൂണിറ്റ്സിൽ എഴുതാറുള്ളൂ, അതുകൊണ്ട് മെറ്റീരിയൽ മാത്രം യൂണിറ്റ് കോളത്തിൽ എഴുതി, അതിന്റെ എമൗണ്ട് എഴുതി. ലേബർ യൂണിറ്റിൽ എഴുതാനില്ല, എമൗണ്ട് മാത്രം എഴുതി. എക്സ്പെൻസും യൂണിറ്റിൽ എഴുതാനില്ല, എമൗണ്ട് മാത്രം എഴുതി. അപ്പോൾ ഈ മൂന്നെണ്ണം എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് തന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്റ്സ് എഴുതി. ആ നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് എമൗണ്ടിലും എഴുതി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്ര വരെ ക്വസ്റ്റ്യനിൽ ഇത്ര ഇൻഫോർമേഷൻ സാധാരണഗതിയിൽ ഉണ്ടാവുക. അത് എഴുതി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വർക്കിംഗ് നോട്ട് ചെയ്യാൻ. വർക്കിംഗ് നോട്ടിൽ എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടേ? നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. അപ്പൊ ഇൻപുട്ട് മൈനസ് ഇൻപുട്ട് ഈ മെറ്റീരിയലിന്റെ യൂണിറ്റ്സ്,
അതിൽ നിന്ന് ഈ നോർമൽ ലോസിന്റെ ഈ യൂണിറ്റ്സ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അബ്നോർമൽ ഔട്ട്പുട്ട് കിട്ടും. യു കമ്പയർ ദാറ്റ് നോർമൽ ഔട്ട്പുട്ട് വിത്ത് ദ ആക്ച്വൽ ഔട്ട്പുട്ട്. ക്വസ്റ്റ്യനിൽ സാധാരണഗതിയിൽ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടാവും. യു ഹാവ് ടു കമ്പയർ ദാറ്റ്. അപ്പൊ എന്നിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് മോർ ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്, അപ്പൊ അവിടെ എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. ഗെയിൻ ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് വരിക. കാരണം യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസിന് തുല്യമായിട്ട് വരും. അതായത് ആ ഭാഗത്ത് വരുള്ളൂ. ഇപ്പുറത്ത് വരുമ്പോൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ഇതിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പുറത്ത് വരിക, ക്രെഡിറ്റ് സൈഡിൽ വരിക. അബ്നോർമൽ ഗെയിൻ ആകുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പൊ അബ്നോർമൽ ഗെയിന്റെ യൂണിറ്റ്സ് നമുക്ക് കിട്ടി. അപ്പൊ യൂണിറ്റ് കോളത്തിൽ നമ്മൾ ആ യൂണിറ്റ്സ് എഴുതി. ഇനി അതിന്റെ ഈ വാല്യൂ കണ്ടുപിടിക്കണം. ആ വാല്യൂ കാണാനുള്ള നമ്മുടെ ഫോർമുല പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, ഇത് മൂന്നും കൂടി ഈ ബ്ലാക്ക് കളറിൽ എഴുതിയുള്ള ഈ മൂന്നെണ്ണം കൂടി കിട്ടിയ ടോട്ടൽ. ആ ടോട്ടൽ നിങ്ങൾ പ്രോസസ് അക്കൗണ്ട് പകുതി ചെയ്താൽ നിൽക്കുന്നേ. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് ഈ ഡെബിറ്റ് സൈഡിൽ എഴുതില്ല. അപ്പൊ ഈ മൂന്ന് ഡെബിറ്റ് സൈഡിൽ ഈ മൂന്ന് കോസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നോർമൽ ലോസിന്റെ ഈ സ്ക്രാപ്പ് വാല്യൂ ഈ എമൗണ്ട് ലെസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് പ്രോസസ് കോസ്റ്റ്. ദാറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ ദ നോർമൽ ഔട്ട്പുട്ട്. നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഇൻപുട്ട് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ചെയ്യുമ്പോൾ നോർമൽ ഔട്ട്പുട്ട് കിട്ടില്ലേ, അതായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പ്രോസസ് അക്കൗണ്ടിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ആ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻടു അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ്, ഇത് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. ആ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞു. അപ്പൊ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടൽ അങ്ങനെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതുക. പിന്നെ ബാലൻസ് ചെയ്യുക. അപ്പൊ ബാലൻസ് എന്തായിരിക്കും? ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു പ്രോസസ് 2. ചിലപ്പോൾ ഈ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇത് എഴുതാം. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇത് കിട്ടിയിരിക്കണം. ഇനി ഈ വാല്യൂ ആണ് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരിക. അതായത് ഈ ടോട്ടലും ഈ എമൗണ്ടും നമ്മളുടെ ഡിഫറൻസ് ആണ് ഈ എമൗണ്ട് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അതാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോസസ് അക്കൗണ്ട് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്ന വ്യത്യാസം തന്നെയുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് സിമിലർ ആണ്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അബ്നോർമൽ ഗെയിൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നോർമൽ ലോസ് കുറഞ്ഞു അല്ലേ? അതെങ്ങനെ കുറയുന്നേ? ഇപ്പൊ അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ എത്ര യൂണിറ്റ് അബ്നോർമൽ ഗെയിൻ ഉണ്ടായോ അത്ര കണ്ട് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കുറഞ്ഞു എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എന്തുണ്ടാവും? നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കുറയുമ്പോൾ നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ കുറയും. അപ്പൊ എത്ര കണ്ട് അബ്നോർമൽ ഗെയിൻ ഉണ്ടാകുന്നോ അത്ര കണ്ട് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കുറയും. അപ്പൊ അത്ര കണ്ട് നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂയും കുറയും. അപ്പൊ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ ജേർണൽ എൻട്രി എഴുതണം. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇത് ഈ പോയിന്റ് വായിച്ചു, ഈ സെന്ററിലുള്ള പോയിന്റ്. Abnormal gain is actually a fall in the normal loss. Thus, there is a loss of income on account of less quantity of scrap available for sale. An amount equal to the scrap value of the abnormal gain unit is transferred from abnormal gain account to the normal loss account. അതിന് നമ്മൾ എഴുതുന്ന എൻട്രി ആണ് എന്ത്? abnormal gain account debtor to normal loss. ഈ ഒരു എൻട്രി സ്പെഷ്യൽ ആണ്. abnormal gain മാത്രം വരുന്നത് abnormal lossൽ ഉണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് മനസ്സിലായോ? abnormal gain വരുമ്പോൾ അത്ര കണ്ട് നോർമൽ ലോസ് കുറയും. എത്ര കണ്ട് നോർമൽ ലോസ് കുറയുന്നോ അതിന് തുല്യമായ സ്ക്രാപ്പ് വാല്യൂല് കുറവ് സംഭവിക്കും. അപ്പൊ ആ കുറവ് സംഭവിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഈ സെപ്പറേറ്റ് എൻട്രി എഴുതിയിട്ട് എഴുതുന്നത്. എന്താ എൻട്രി? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ്. ഇവിടെ നമ്മൾ എന്താ എഴുതുക? അബ്നോർമൽ ഗെയിന്റെ യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ സ്ക്രാപ്പ് വാല്യൂ. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതുക. പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ് എന്നൊരു എൻട്രി എഴുതുമെന്ന് പറഞ്ഞില്ല, അത് അബ്നോർമൽ ഗെയിനിൽ വരും. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ് കണ്ടോ? ആ എൻട്രിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ തൊട്ട് ഈ ഡിസ്കസ് ചെയ്ത ഈ എൻട്രിയാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തത്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു
നോർമൽ ലോസ്. അത് തന്നെ നോർമൽ ലോസ് അക്കൗണ്ടിൽ എഴുതും. നോർമൽ ലോസ് അക്കൗണ്ടിൽ എന്താ വരിക? ബൈ അബ്നോർമൽ ഗെയിൻ. കണ്ട ഈ ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ള രണ്ടുമാണ് ആ സ്പെഷ്യൽ എൻട്രി. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് വരാം. പ്രോസസ് അക്കൗണ്ട് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ വരുമ്പോൾ ഈ എൻട്രി എഴുതി. ഇത് സ്പെഷ്യൽ എൻട്രി എപ്പോഴാണ് വരിക? സ്ക്രാപ്പ് വാല്യൂ, അതായത് അബ്നോർമൽ ഗെയിൻ വന്നത് കാരണം നോർമൽ ലോസ് കുറഞ്ഞു. നോർമൽ ലോസ് കുറഞ്ഞ കാരണം സ്ക്രാപ്പ് വാല്യൂ കുറവ് സംഭവിക്കുന്നു. അത് റെക്ടിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ എൻട്രി എഴുതിയത്. അപ്പൊ ഇവിടെ എഴുതുന്ന ഈ യൂണിറ്റ്സ് എന്തായിരിക്കും? അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതുക. ഈ എഴുതുന്ന എമൗണ്ട് എന്തായിരിക്കും? അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് എത്ര കണ്ട് നോർമൽ ലോസിനെ കുറച്ചോ, സോറി ആ യൂണിറ്റ്സ് ഇട്ട് അബ്നോർമൽ ലോസ് അല്ല, സോറി അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ എത്ര കണ്ട് നോർമൽ ലോസിനെ കുറച്ചോ അത് ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ ആണ് ഈ എമൗണ്ട് വരിക. പിന്നെ ഇത് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എൻട്രി ആണ്. ഈ റെഡ് കളറുള്ള സാധനമാണ് ഈ എൻട്രി. ഈ റെഡ് കളറിൽ എന്താ വരുന്നത്? പ്രോസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അബ്നോർമൽ ഗെയിൻ. കണ്ടോ? പ്രോസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അബ്നോർമൽ ഗെയിൻ. ആ എൻട്രിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ എൻട്രി വന്നു, ഇതും വന്നു. ഇനി ബാക്കി അപ്പൊ എന്താ വരുന്നത്? അബ്നോർമൽ ഗെയിൻ ഇത്ര യൂണിറ്റ്സ് ആണ്, അതിന്റെ വാല്യൂ ഇതാണ്. ഈ അബ്നോർമൽ ഗെയിൻ വന്ന ഈ ഫുൾ വാല്യൂ ഇത് നമുക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇത് ഫുൾ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രോഫിറ്റ് ഇവിടെ വന്നതുകൊണ്ട് നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ കുറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മൾ ഈ എൻട്രി എഴുതിയത്. അപ്പൊ നമ്മുടെ നെറ്റ്, അതായത് അബ്നോർമൽ ഗെയിനിൽ നിന്ന് കിട്ടിയ ഇൻകം should be reduced by scrap വാല്യൂവിൽ കുറയാൻ പോകുന്ന ഇൻകം അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നെറ്റ് ഇൻകം വാട്ട് യു ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ആണ് ഇവിടെ എഴുതുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അബ്നോർമൽ ലോസ് വഴി നമുക്ക് അബ്നോർമൽ ഗെയിൻ ആണ്. ഞാൻ തെറ്റിച്ച് പറയണതായിരിക്കും ചിലപ്പോൾ. അബ്നോർമൽ ഗെയിൻ ആണ് കേട്ടോ. അബ്നോർമൽ ഗെയിൻ വഴി നമുക്ക് കിട്ടിയ നമ്മുടെ ഇൻകം should be reduced by നോർമൽ ലോസിൽ നിന്ന്, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എത്ര കണ്ട് കുറയത്. അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നോർമൽ ലോസ് സ്ക്രാപ്പ് വാല്യൂ കുറയും. അത് ആ എത്ര കണ്ട് കുറയുന്നോ ആ എമൗണ്ട് ഈ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമുക്ക് കിട്ടുന്ന നെറ്റ് ഇൻകം. ആ നെറ്റ് ഇൻകം ഇസ് ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ഇത് ഇങ്ങനെയാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരെ. ഇതിൽ ആകെ കൂടി പ്രത്യേകത അബ്നോർമൽ ലോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുള്ളത് ഈ ഒരു ജേർണൽ എൻട്രി വരുന്നതാണ്. ഏതാ ജേർണൽ എൻട്രി? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ് അക്കൗണ്ട്. അത് വരുന്നതാണ് ഒരു വ്യത്യാസമുള്ളത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അബ്നോർമൽ ലോസ് ആവുമ്പോൾ അവിടെ സ്ക്രാപ്പ് വാല്യൂ വരുമായിരുന്നു. ഇവിടെ അത് വരില്ല. അതുകൊണ്ടൊരു വ്യത്യാസം. ഇനി നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ എൻട്രി ആദ്യം എഴുതി. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ്, ആ വാല്യൂ എഴുതി. പിന്നെ നമുക്ക് ഇവിടെ നോർമൽ ലോസിന്റെ എൻട്രി വന്നിട്ടല്ലോ. നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് അക്കൗണ്ട്, അത് ഇവിടെ എഴുതി. ടു പ്രോസസ് 1 അക്കൗണ്ട്. ഇനി നോർമൽ ലോസ് വിൽക്കുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ കിട്ടൂലോ. ആ കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ ആണ് ബൈ ക്യാഷ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയത്. അപ്പൊ ഒരിക്കലും ഈ എഴുതുന്ന ഈ മഞ്ഞ കളറിൽ എഴുതിയിട്ടുള്ള എക്സിന്റെ യൂണിറ്റ്സും ഈ ബ്ലാക്ക് യൂണിറ്റും സെയിം ആവില്ല അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 100 യൂണിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അബ്നോർമൽ ഗെയിൻ 20 യൂണിറ്റ്സ് ആണെങ്കിൽ ബാക്കി 100 - 20 ഇവിടെ 80 വരുള്ളൂ. മനസ്സിലായ? എത്ര കണ്ട് അബ്നോർമൽ ഗെയിൻ വന്നു അത്ര കണ്ട് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കുറയും. അപ്പൊ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ വരുള്ളൂ. ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് ഇരിക്കണം. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് അല്ല, അബ്നോർമൽ ഗെയിൻ ആണ്. It's a mistake. Value of abnormal gain is debited to process account and credited to abnormal gain account. Value of abnormal gain is debited to process account. Process account അത് ഡെബിറ്റ് ചെയ്തു. And credited to abnormal gain account. കണ്ടോ? abnormal gain അത് ക്രെഡിറ്റ് ചെയ്തു. ഞാൻ PPT നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇവിടെ ഗെയിൻ ആണ് വരേണ്ടത്. ഇനി ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി the balance of abnormal, again ഇവിടെയും ഒരു ചെറിയ തെറ്റുണ്ട്. the balance of abnormal gain account എന്നാണ്. The balance of abnormal gain account represent the real gain transfer to costing P&L account. ഇനി നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ പ്രോബ്ലം വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ തിയറി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ.
So thank you.